ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നൊരു പാർട്ടി വെയർ കുർത്ത ആയാലോ? ചെറിയ മിററുകളും പേൾ ബീഡും ഷുഗർ ബീഡും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലൊരു നെക്ക് ഡിസൈൻ തയ്യാറാക്കിയാലോ അല്ലേ? സാധാ പ്ലെയിൻ ക്ലോത്തിൽ നമ്മൾ വർക്ക് ചെയ്തെടുത്തുകൊണ്ടാണ് നമ്മൾ പാർട്ടി വെയർ ചുരിദാറാക്കി എടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വർക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്ലീവിൽ അതുപോലെ സിമ്പിളായിട്ടാണ് ഷുഗർ ബീഡ്സും സീക്വൻസും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്വന്തമായിട്ട് പാർട്ടി വെയർ കുർത്ത ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണണ്ടേ? സാധാ കുർത്ത ചെയ്യുന്ന പോലെ തന്നെയാണ്. ഞാനിവിടെ 2.25 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത്, എവിടെയാണ് വർക്ക് ചെയ്യാനുള്ള ചെസ്റ്റ് ഏരിയ ആണെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന്, വീതിയുടെ ഭാഗത്തു നിന്നല്ല ലെങ്ത് ഭാഗത്തു നിന്ന് രണ്ടായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് ആ കണക്കിന് നമ്മൾ ഈ ക്ലോത്ത് അളന്ന് മാറ്റണം. 12 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഇത് ഫോൾഡ് ചെയ്തിട്ടേക്കുന്നത്. നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അത് ഫോൾഡ് ചെയ്തിട്ട ശേഷം കണ്ട ഇതുപോലെ ലെങ്ത് ഭാഗം, ഈ ലെങ്ത് ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് 12 ഇഞ്ചിന് ഞാൻ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. നമുക്ക് ഏത് നെക്കാണോ മാർക്ക് ചെയ്യാനുള്ളത്, റൗണ്ടാണോ സ്ക്വയർ ആണോ ആ മോഡലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യാൻ പാടില്ല. ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ 3 ഇഞ്ച് കിട്ടും. നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് 3 കിട്ടുന്നത്. ഇനി നമുക്കിതിനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത ശേഷം കറക്റ്റ് റൗണ്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിലിട്ടേക്കുന്നത്. അപ്പോൾ അടുത്ത സൈഡിൽ നമുക്ക് അതുപോലെ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ട്രേസിങ് വീൽ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡും കണ്ടോ ഈ സെയിം ഡിസൈൻ കിട്ടി. ഇനി ഈസി ആയിട്ട് റൗണ്ട് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ട്രേസിങ് വീൽ തന്നെ വേണമെന്നില്ല. നമുക്ക് ഇതുപോലെ വെച്ച ശേഷം ബാക്ക് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ്റെ നീളവും വീതിയും, ഞാനിവിടെ ഷോൾഡർ 7 ഇഞ്ച് കൊടുക്കുന്നതുകൊണ്ട് ഒരു 6 ഇഞ്ച് വീതിയിലാണ് കൊടുക്കുന്നത്. അതുപോലെ 12 ഇഞ്ച് ലെങ്തിലുമാണ് ഈ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് സ്ക്വയർ ആക്കി കൊടുക്കുവാണ്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ട് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതുപോലെ കിട്ടണ്ടേ. അതിനുവേണ്ടി ട്രേസിങ് വീൽ ഇതുപോലെ യൂസ് ചെയ്ത് ഈ സ്ക്വയർ ഒന്ന് ട്രേസ് ചെയ്യുവാണേ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ക്ലോത്ത് നിവർത്തിയെടുക്കുമ്പോൾ ആ സെയിം ഡിസൈൻ അപ്പുറത്തെ സൈഡ് നമുക്ക് കിട്ടും. ഇനി ഞാനൊരു ചെറിയ റൗണ്ട് ഇവിടെ ഒന്ന് വളച്ചു കൊടുക്കുവാണ്. സ്ക്വയർ അല്ല, ആ സ്ക്വയറിൻ്റെ ഈ എൻഡിൽ അതും ഞാൻ ഇതുപോലെ തന്നെ ട്രേസിങ് വീൽ കൊണ്ട് ഒന്ന് വളച്ചു കൊടുക്കുവാണ്. ഇനി നിവർത്തിയിട്ട് നോക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ നമുക്ക് ഡിസൈൻ കിട്ടും. അത് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിതിനെ ഒന്ന് നിവർത്തിയിടുവാണേ. നിവർത്തിയിടുമ്പോൾ നമ്മൾ വരച്ച ഡിസൈൻ ഇവിടെ ഉണ്ട്. ഇതിനകത്തൊന്ന് വരച്ചു കൊടുക്കണം. കണ്ടോ, ഞാനിങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല, ഞാനത് വരച്ചിട്ട് കാണിച്ചു തരാം. ഇത്രയും വലിപ്പത്തിനാണ് ഞാനിപ്പോൾ ഡിസൈൻ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ സൈഡിൽ നിന്ന് റൗണ്ട് ആണല്ലോ ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. 12 ഇഞ്ച് ലെങ്തിലാണ് റൗണ്ട് മാർക്ക് ചെയ്തത്. അതിൻ്റെ ഒരു സൈഡിലൊന്ന് 1 ഇഞ്ച് മാറ്റി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. 1 ഇഞ്ച് മാറ്റി ഇതുപോലെ വരച്ച് നമുക്ക് ഈ അറ്റത്ത് കൊണ്ടുവരണം. വരച്ച് കഴിയുമ്പോൾ ഒരേ വലിപ്പത്തിനുള്ള കുഞ്ഞു കുഞ്ഞു സ്ക്വയറായിട്ട് നമുക്ക് തോന്നിക്കും. ഓരോ കോളവും ഇതുപോലെ 1 ഇഞ്ച് മാറ്റിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഈ കോണ് വരെ നമുക്ക് കൊണ്ടുവരണം. കണ്ടോ, ഈ കോണ് വരെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഓരോ ഇഞ്ച് മാറ്റി ഒന്ന് വരച്ചു കൊടുത്താൽ മതി. നമ്മൾ ഫസ്റ്റ് 12 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് ആ റൗണ്ടിനകത്ത് മാർക്ക് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ, ഇതുപോലെ വരച്ചു കൊടുത്തത്. ഇനി ഈ എൻഡിൽ ഈ ഒരു കർവ് ഉണ്ടല്ലോ, ഇവിടെ മാർക്ക് ചെയ്ത കർവ്, അവിടെ സ്കെയിൽ വെച്ചിട്ട് 1 ഇഞ്ച് മാറ്റി ഇവിടെയും വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ റൗണ്ടിനകത്താണ് ഇതുപോലെ ലൈൻ നിൽക്കേണ്ടത് കേട്ടോ. ഇവിടെയും ഓരോ ലൈനും 1 ഇഞ്ച് മാറ്റി മാറ്റി വരച്ച് ഇപ്പുറത്തെ സൈഡ് ചെയ്തതുപോലെ തന്നെയാണ് ഈ സൈഡും ഈ നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ കോണ് വരാം. ദാ ഇതുവരെ നമുക്ക്
മാർക്ക് ചെയ്ത് നിർത്തണം. രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മാറ്റി മാർക്ക് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഈ ഡിസൈൻ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഞാനൊന്ന് അടുപ്പിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ കിട്ടും നമുക്ക് ഡിസൈൻ. ഈ ഡിസൈനാണ് നമുക്കിനി ചെയ്തെടുക്കാനുള്ളത്. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ എന്നാണല്ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിങ്ങിലോട്ടിടുമ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രീം കളർ ഒരു ലെങ്തിലുള്ളൊരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വലിയ സ്റ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ റിങ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈസി ആവും. കാരണം നെക്ക് നമുക്ക് നല്ലപോലെ റൗണ്ടാക്കി ചെയ്തെടുക്കണമല്ലോ. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. റിങ് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്ത ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ സ്റ്റാൻഡിൽ വെച്ചാണ് ചെയ്യുന്നത്. കണ്ടില്ലേ നമ്മുടെ റൗണ്ട്. ഈ റൗണ്ടിൽ ഫസ്റ്റ് ഞാൻ ഈ പേൾ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 പേൾ ബീഡ് വെച്ച് ഫസ്റ്റ് ഒന്ന് ചെയ്തു വരുവാണേ. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഫുൾ റൗണ്ടും ചെയ്തെടുക്കണം. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലൈൻ ചെയിൻ സ്റ്റിച്ച് ഇട്ട ശേഷം ചെയ്താലും മതി. ഞാനിപ്പോൾ ഫുൾ റൗണ്ട് പേൾ ബീഡ് കൊടുത്തിട്ടുണ്ട്. പേൾ ബീഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാനോർത്ത് ഒരു ലൈൻ ചെയിൻ സ്റ്റിച്ച് കൂടെ കൊടുക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പേൾ ബീഡ് കൊടുത്തതിനകവശത്ത് ഫുൾ റൗണ്ട് ഒരു ലൈൻ ചെയിൻ സ്റ്റിച്ച് ഇട്ട് വരുന്നത് കേട്ടോ. നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് പേൾ ബീഡ് ഇടാം. ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്. പേൾ ബീഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാനോർത്ത് ഒന്ന് ചെയിൻ സ്റ്റിച്ച് കൂടെ ഇട്ടാൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പേൾ ബീഡ് കൊടുത്തതിൻ്റെ മേളിലൂടെ ഒരു റൗണ്ട് ചെയിൻ സ്റ്റിച്ച് കൂടെ കൊടുക്കുവാണേ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ സെറ്റായി. ഇനിയിപ്പോൾ ഞാനൊരു ഇപ്പോൾ കൊടുത്തതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കൂടുതലുള്ളൊരു പേള് ഒരു 1/4 ഇഞ്ച് മാറ്റി ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്തു. ഇനി നമുക്കൊരു റൗണ്ട് ഷുഗർ ബീഡാണ് ഞാൻ കൊടുക്കുന്നത്. കേട്ടോ, ഫുൾ റൗണ്ട് ഒരു ഷുഗർ ബീഡ് കൊടുക്കണം. ഇപ്പോൾ കൊടുത്ത ഈ പേളിൻ്റെ ചുറ്റും ഒരു 3 ഷുഗർ ബീഡ് വെച്ച് ഞാനിതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് അടുത്തൊരു റൗണ്ട് കൂടെ. ഈ നെക്ക് ഫുള്ള് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഓരോ കുഞ്ഞു കുഞ്ഞു റൗണ്ട്. ഒരു 1/4 ഇഞ്ച് കൂടെ ഒന്ന് മാറ്റി ഒരു വലിയ പേള് ഞാനിവിടെ ഫിക്സ് ചെയ്തിട്ട് ഷുഗർ ബീഡ് ഫുൾ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഷുഗർ ബീഡ് ഇതുപോലെ റൗണ്ട് ചെയ്ത് എടുക്കുമ്പോൾ ഒരു 3 ഷുഗർ ബീഡ് ഫസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഞാൻ ഷുഗർ ബീഡ് എടുക്കുന്നത്. ഫസ്റ്റ് ഒരു 3 ഷുഗർ ബീഡ് ഇട്ട ശേഷമാണ് അടുത്ത ബീഡ് കൊടുക്കുന്നത്. ഒന്നിച്ച് നമ്മൾ എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ലൂസായിട്ട് നിൽക്കും. ഇതുപോലെ 3 എണ്ണം ഇതുപോലെ ഒന്ന് കുത്തി എടുത്ത ശേഷമാണ് അടുത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ റൗണ്ട് ഫുള്ള് നമുക്ക് നെക്ക് റൗണ്ട് ഫുൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് അടുത്തത് ചെയ്യാം. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി ഞാൻ മിറർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കൊടുത്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു റൗണ്ട് ഉണ്ടല്ലോ, ഈ റൗണ്ടിൻ്റെ ഇടഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഞ്ഞു മിററാണ് കൊടുക്കുന്നത്. ഗോൾഡൻ മിററാണേ. ഇതാ ഇതുപോലുള്ള മിറർ ഓരോന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഗം എടുത്ത് ഇതുപോലൊന്ന് ഗം അപ്ലൈ ചെയ്ത ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് 2 റൗണ്ടിനിടയ്ക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ള് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഓരോ 2 റൗണ്ടിന് ഇടഭാഗത്ത് ഒന്ന് മാറ്റി ഒരു 1/2 ഇഞ്ച് മാറ്റിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കാരണം ഈ മിറർ റൗണ്ട് ചെയ്ത് വരണം അടുത്ത ഡിസൈൻ. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ 3 4 ഷുഗർ ബീഡ് എടുത്ത് ഈ മിററിന് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് അവിടെ കെട്ടിട്ട് കൊടുത്ത ശേഷം അടുത്ത മിററിൽ ചെയ്യണം. അടുത്ത മിററിലും ഒരു 3 4 ഷുഗർ ബീഡ് എടുത്ത് നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 3 4 ബീഡ് എടുത്ത് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്ത ശേഷം അടുത്ത ബീഡ് എടുത്ത്
റൗണ്ട് ചെയ്ത് ലാസ്റ്റ് കെട്ടിട്ട് കൊടുത്ത ശേഷം അടുത്ത മിററിൽ ചെയ്യണം. ഇതുപോലെ തന്നെ ഫുൾ റൗണ്ട് നമുക്ക് മിറർ കൂടെ ചെയ്തെടുക്കാം. നെക്ക് വീതി കുറച്ച് മതി എന്നുള്ളവർക്ക് ഇത്രയും ഡിസൈനും ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഡിസൈൻ ഇവിടെ കിട്ടി. ഇനി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇതൊരു നല്ല ഭംഗിയുള്ള ഡിസൈനില്ലേ. ഞാനിപ്പോൾ താഴോട്ട് ഇനി നമ്മൾ ഓരോ സ്ക്വയറായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട് റിങ് ആക്കി കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് ആക്കുമ്പോൾ ഇതിപ്പോൾ ഈ റിങ്ങിനകത്ത് ഫുൾ റൗണ്ട് നിൽക്കത്തില്ലല്ലോ, അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് റിങ് സെറ്റ് ചെയ്യാനായിട്ട്. ഈ റിങ്ങിനകത്ത് വെച്ച് തന്നെയാണ് ഞാൻ ഈ ഫുൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് റിങ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ പുറത്തൂടെ ഈ ഷുഗർ ബീഡ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് വന്നാൽ മതി. കണ്ടോ, ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക്, ഞാനിപ്പോൾ റൗണ്ടാണല്ലോ കൊടുക്കുന്നത്, 12 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ്, അത് നമുക്ക് ആ ബോർഡർ ഒന്ന് ചെയ്ത് കൊടുക്കണം. ആ വളച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ പുറത്തൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതിവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഫിനിഷിങ് കിട്ടത്തില്ല. അതിന് മുന്നേ നമുക്ക് ഫുള്ള് മേളിൽ നിന്ന് റൗണ്ട് ചെയ്ത് വരാം. ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ പുറത്തൂടെ തന്നെ ഇതുപോലെ ഷുഗർ ബീഡ് ഇട്ട് കൊടുത്താൽ മതി. ഷുഗർ ബീഡ് ഇട്ട് ഈ റിങ്ങിനകത്ത് നമുക്ക് എത്ര ലെങ്തിൽ കിട്ടുമോ അത്രയും ചെയ്ത് വെച്ചിട്ട്, കണ്ടോ ഞാനിപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത റിങ് ഇവിടെ നിന്ന് മാറ്റുമ്പോഴല്ലേ അടുത്ത താഴോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് സ്ക്വയറുകൾ ചെയ്തെടുക്കാം. ക്രോസ് ആയിട്ട് വരച്ചു കൊടുത്തതിൻ്റെ പുറത്തൂടെ ഇതുപോലെ ഷുഗർ ബീഡ് ചെയ്ത് കൊടുക്കുവാണേ. അതും ചെയ്യുമ്പോൾ ഒരു 3-4 ഷുഗർ ബീഡ് വെച്ച് ചെയ്താൽ മതി. ഒത്തിരി ചെയ്യണ്ട. ഞാനിപ്പോൾ 5 വെച്ച് കൊടുക്കുന്നുണ്ട്. ഒത്തിരി കൂടുതൽ കൊടുക്കാൻ പാടില്ല, കാരണം അത് ലൂസായിട്ട് നിൽക്കും. ഓരോ ലൈനിൻ്റെ പുറത്തും കറക്റ്റ് ലെവൽ പിടിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഈ റിങ്ങിനകത്ത് തന്നെ ഡിസൈൻ നിൽക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്തുള്ള ഡിസൈൻ ഫുള്ള് ചെയ്തിട്ടാണ് റിങ് മാറ്റി കൊടുക്കുന്നത്. കണ്ടോ, ഓരോ ലൈനും നമുക്ക് ചെയ്ത് വന്നാൽ മതി. ഷുഗർ ബീഡ് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ബീഡിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി ബീഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ലൂസായിട്ട് നിൽക്കും, ഫിനിഷിങ് കിട്ടത്തില്ല. ഈ നമ്മുടെ ബോർഡർ ഉണ്ടല്ലോ സൈഡിൽ, അതുവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് കെട്ടിട്ട് ബാക്കിലൂടെ എടുത്ത് നമുക്ക് അടുത്ത ലൈനിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ഫുൾ റൗണ്ടും ചെയ്തെടുത്താൽ മതി. റിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ബീഡ്സും ത്രെഡും ഒന്ന് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ റിങ് ഞാൻ ഈ സൈഡിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അകത്ത് നമ്മുടെ ഈ ബൗണ്ടറിക്ക് അകത്തുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഈ 4 സ്ക്വയർ വരുന്നതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് സീക്വൻസും അതിനകത്തൊരു ഷുഗർ ബീഡും കൂടെ ഇട്ട് ഒരു ഫ്ലവർ പോലെ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്ത ശേഷം നമുക്ക് ഷുഗർ ബീഡ് മാറ്റി സീക്വൻസിനകത്തൂടെ തിരിച്ചിറക്കിയാൽ മതി. ഷുഗർ ബീഡ് മാറ്റിയിട്ടാണ് ഞാൻ സീക്വൻസിനകത്തൂടെ ഇതുപോലെ ഒന്ന് ഇറക്കി 4 സൈഡും ചെയ്തെടുക്കുമ്പോൾ ഒരു ഫ്ലവറായിട്ട് കിട്ടും. എല്ലാ സ്ക്വയറിനകത്തും നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്ലവർ പോലെ തോന്നിക്കും. കണ്ടോ, ഇനി ഒരു മിറർ കൂടെ അകത്തൊട്ടിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗിയാവും. ഇതുപോലെ സിമ്പിളായിട്ട് ഓരോ മിറർ ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. എല്ലാ സ്ക്വയറിനകത്തും ഇതുപോലെ മിറർ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വർക്ക് ഒന്നുകൂടെ ഹെവി ആയിട്ട് തോന്നിക്കും നമുക്ക്. ഓരോ സ്ക്വയറിനകത്തും ഞാനിതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ മിററാണ്, കുഞ്ഞു മിററാണ്. ഫുൾ സ്ക്വയറിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച ശേഷം സ്ലീവിന് ഞാൻ സിമ്പിൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, 2 ലൈൻ പേൾ ബീഡ്, അത് കഴിഞ്ഞ് സീക്വൻസ്, ഈ ഒരു ഷേപ്പിന് സീക്വൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡിൽ നിന്നാണല്ലോ നെക്ക് മാർക്ക് ചെയ്തത് ബോഡി പാർട്ടിന് വേണ്ടി. അതിൻ്റെ അടുത്ത സൈഡിൽ നമ്മൾ സാധാ സ്ലീവ് കട്ട് ചെയ്യുന്ന ഏരിയയിൽ എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അതേ ലെങ്ത് അളന്ന് ഇതുപോലൊരു സിമ്പിൾ ഡിസൈൻ കൂടെ 2 സ്ലീവിനും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ പാർട്ടി വെയർ ചുരിദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.